എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2025 ആകുന്ന ഏകദേശം ഡിസംബർ മാസം പകുതി കഴിഞ്ഞ്. അപ്പോൾ ഈ 2025 ആകുമ്പോഴത്തേക്ക്, അതായത് 2025 എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് സാമ്പത്തികം എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറി. അപ്പോൾ നമ്മുടെ ചാനലിൽ നക്ഷത്ര ഫലങ്ങൾ 27 നക്ഷത്രക്കാരുടെ ഫലങ്ങൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. പിന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ 2025 അതായത് ഭരണി പൂരം പൂരാടം നക്ഷത്രക്കാർക്ക് ഈ നക്ഷത്രക്കാർക്ക് 2025 അടുത്ത ഡിസംബർ വരെ തീരുന്നവരെ സാമ്പത്തിക ലാഭം, അതായത് ഏത് രീതിയിലാണ് നമുക്ക് ജോലികൾ ചെയ്ത സാമ്പത്തിക നഷ്ടം വരാതെ സാമ്പത്തിക ലാഭമായി മുന്നോട്ട് പോകാനുള്ള വഴിപാടുകളും മാർഗനിർദ്ദേശങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്തു തരുന്നത്. അപ്പോൾ നമുക്ക് ഏത് ക്ഷേത്രത്തിൽ പോയാലാണ് നമുക്ക് സാമ്പത്തിക ലാഭത്തിനുള്ള വഴിപാടുകൾ, അതായത് സാമ്പത്തിക ലാഭത്തിനുള്ള വഴിപാടുകൾ എന്താണ് അല്ലേ? നമ്മൾ പല രീതിയിൽ പല വഴിപാടുകളാണ് സാമ്പത്തികത്തിന് നമ്മൾ ചെയ്യുന്നത്. കൂടുതലായിട്ട് എല്ലാ ഭക്തജനങ്ങളും ചെയ്യുന്ന ഒരു വഴിപാടാണ് ഭാഗ്യസൂക്തം അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭരണി പൂരം പൂരാടം നക്ഷത്രക്കാർക്ക് 2025 ഈ പറയുന്ന വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടാകി വരത്തില്ല, ഒപ്പം തന്നെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകത്തേയില്ല. അതായത് സാലറി കിട്ടുന്ന സമയത്ത് അനാവശ്യപരമായ നഷ്ടങ്ങൾ വരാതെ നമുക്ക് സാമ്പത്തിക ലാഭത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം അതിന് ഈ പറയുന്ന നക്ഷത്രക്കാർ, അതായത് ഭരണി പൂരം പൂരാട നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യം തന്നെ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് 2025 പകുതിയായിട്ട് പല രീതിയിലുള്ള പല ജ്യോത്സ്യന്മാരും പല പ്രയോജനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന ഞാനാണെങ്കിൽ ആര് പറഞ്ഞാലും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ യുക്തിപരമായിട്ട് ഒരു കാര്യം ചിന്തിക്കണം. ഈ പറയുന്നവരെ എത്രത്തോളം പറയുന്നത് ശരിയാണ് അല്ലേ? നമ്മളൊന്ന് 10 മിനിറ്റ് നമ്മുടെ യുക്തിപരമായിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കണം. അപ്പോൾ മിക്കവരും ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് ചെയ്യാറുണ്ട്. ഈ വഴിപാട് ചെയ്യുന്നവർ ശരിക്കും പറഞ്ഞാൽ അവിടെ ചീട്ട് കൊണ്ട് വെച്ചിട്ട് പോകും, ഇല്ലെങ്കിൽ ഒരുമിച്ച് ഒരാഴ്ചത്തേക്ക് എന്ത് ചെയ്തും ഇവരവിടെ എഴുതിക്കും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്താലും പ്രത്യേകിച്ച് ചില വഴിപാടുകൾ നമ്മൾ മേടിച്ച് തൊഴുതെങ്കിൽ മാത്രമേ ഫലം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവർക്ക് ജോലി തിരക്കുകളുകൊണ്ട് ഇവരെന്ത് ചെയ്യും, ചീട്ടും ചിലപ്പോൾ അവിടെ വെക്കും. ചിലപ്പോൾ ആ തിരുമേനി ചിലപ്പോൾ ദക്ഷിണ കിട്ടാതെ വഴിപാട് ചെയ്യണമെന്നില്ല. ചിലയിടത്ത് ഭാഗ്യസൂക്തമൊക്കെ മിക്ക ക്ഷേത്രങ്ങളിൽ ഫുള്ളും ചെയ്യാറില്ല, പകുതിയാണ് ഭാഗ്യസൂക്തം ചെയ്ത് കൊടുക്കുന്നത്. ഇത് വരുന്നവർക്കൊന്നും അറിയത്തില്ല. ചിലവർ നല്ല ക്ഷേത്രങ്ങളിൽ ചില തിരുമേനിമാർ നല്ലപോലെ ചെയ്യുന്നവരുണ്ട്, ചെയ്യാൻ അറിയാത്തവരുമുണ്ട്. എത്രയോ സ്ഥലത്ത് ഞാൻ പോകുമ്പോഴത്തേക്ക് ഭാഗ്യസൂക്തം 2 ട്രിക്കൊക്കെയാണ് ചെയ്യുന്നത്, മൊത്തമായിട്ട് ചെയ്ത് കൊടുക്കാറില്ല. പിന്നെ നമുക്ക് പരിചയമുള്ള ഒരു തിരുമേനിയാണ്. ഈ തിരുമേനി എനിക്ക് ഇന്ന പോലെ തടസ്സങ്ങളും കാര്യങ്ങളുണ്ട്, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടാണ്, അപ്പം നല്ല രീതിയിൽ ചെയ്തു തരാൻ തിരുമേനിയോട് പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ അത് പ്രത്യേകം തന്നെ നമുക്കത് ചെയ്തു തരും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങൾ വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി. നമ്മുടെ ജോലി കളഞ്ഞിട്ട് ഒരു വഴിപാടുകളും നമ്മൾ ചെയ്യണ്ട. കാരണം നമ്മൾ ജോലിക്ക് പോയെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ സാലറി നഷ്ടപ്പെടും. അപ്പോൾ പല ചിന്തകൾ. അപ്പോൾ ചിലവർ പറയും, തിരുമേനി എൻ്റെ വീടിൻ്റെ അടുത്ത് ഈ പറയുന്ന ക്ഷേത്രങ്ങളൊന്നുമില്ല, ദൂരെയാണ്, അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ നമ്മൾ ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി. അപ്പം ചില ഭക്തജനങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കിടക്കണം. നമ്മൾ ഏതൊരു വഴിപാടുകൾ ചെയ്താലും നമ്മുടെ പ്രശ്ന കാര്യങ്ങൾ 21 ദിവസത്തിനകമാണ് നടക്കുന്നത് അല്ലേ? ചിലവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. 21 ദിവസത്തിനകം നിങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഈ പറയുന്ന ഭരണി പൂരം പൂരാട നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകൾ, നിത്യവും സാമ്പത്തിക ലാഭം വരാൻ വേണ്ടി ദേവീ ക്ഷേത്രത്തിൽ താമര കൊണ്ടു കൊടുക്കുക. അതായത് ഒരു 3 താമര. ഞായറാഴ്ച ജോലിയുള്ളവർ ജോലിക്ക് പോകുന്നവർ ബാക്കിയുള്ള ദിവസം ചെയ്യേണ്ട, ഞായറാഴ്ച ചെയ്താൽ മതി. അല്ലാത്തവർക്ക് അമ്പലമൊക്കെ അടുത്തുണ്ടെങ്കിൽ ചൊവ്വ വെള്ളി പറയുന്ന വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇവർ ചെയ്യേണ്ട 3 താമര കൊണ്ട് കൊടുത്തിട്ട് തിരുമേനി പറയണം, എനിക്ക് സാലറി കിട്ടുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള നഷ്ടങ്ങളാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ നോക്കിച്ച് പറഞ്ഞ് 3 താമര കൊണ്ട് ശ്രീസുക്ത മന്ത്ര അർച്ചന ദേവിക്ക് ചെയ്യാൻ പറഞ്ഞെന്ന് പറയണം. അപ്പോൾ ആ തിരുമേനി ഒന്ന് യുക്തിപരമായിട്ട് ചിന്തിക്കും, ഇവരെവിടെ നല്ല എടുത്ത് പോയി നോക്കിയതാണ് അത് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ആ തിരുമേനി എന്ത് ചെയ്യും, ക്ഷേത്രത്തിൽ ശ്രീസുക്ത മന്ത്ര അർച്ചന ചെല്ലിത്തരും. അപ്പം ഈ തിരുമേനി ഈ അർച്ചന മന്ത്രം ചെല്ലുന്ന സമയത്ത് നമ്മളൊരു 3 വലത്തിട്ട് നമ്മുടെ സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് ഈ 3 നക്ഷത്രക്കാർ പ്രാർത്ഥിക്കുക. അതായത് ഭരണി പൂരം പൂരാടം നക്ഷത്രക്കാർ, അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അവർ ഈ ശ്രീസുക്ത മന്ത്ര അർച്ചന ചെയ്ത്, അതായത് ചൊവ്വ വെള്ളി ചെയ്യുക. ജോലിക്ക് പോകുന്നവർ ഞായറാഴ്ച അടുപ്പിച്ച് ഏതായാലും ഒരു വർഷക്കാലം ചെയ്യുക. ശ്രീസുക്ത മന്ത്ര പുഷ്പാഞ്ജലിക്ക് അധികം പൈസയില്ല, 50 താഴെ ആയിരിക്കും. പിന്നെ
താമരയുടെ പൈസ എത്രയും നമുക്ക് 108 താമര ചെയ്യാം, 54 താമര ചെയ്യാം, ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ തിരുമേനിയെ കൊണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ ജോലിക്ക് പോകാനുള്ള തടസ്സങ്ങളും ജോലിക്ക് അതായത് സാലറി വരാൻ നേരത്തേക്കുള്ള അനാവശ്യമായ നഷ്ടങ്ങളും നമുക്ക് ഒഴിവാക്കുന്നതായിരിക്കും. അതായത് നമുക്ക് എപ്പോഴും നമ്മുടെ ഈ സാമ്പത്തികം ഉണ്ടാകും, സാമ്പത്തികത്തിൽ ഒരിക്കലും ഈ 3 നക്ഷത്രക്കാർക്കും ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അതായത് ശ്രീസൂക്ത മന്ത്ര അർച്ചന ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ പ്രസാദം നമ്മുടെ സ്ഥാപനത്തിലോ നമ്മുടെ വീട്ടിലോ വെക്കുക. ഒപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ജോലിയിൽ തടസ്സം വരാതിരിക്കാൻ വേണ്ടി ഒരു ചെറുനാരങ്ങ എടുക്കുക, ഒരു 7 തവണ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് ദേവീക്ഷേത്രത്തിൽ നെയ്യ് ഒഴിച്ച് വിളക്ക് കത്തിച്ച് വെക്കുക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ദേവീക്ഷേത്രത്തിൽ എന്താ പറയുക, നാരങ്ങ വിളക്കുണ്ടോ, വിളക്ക് കത്തിക്കാവെന്ന് അവിടുത്തെ ശാന്തിയോടോ തിരുമേനോട് ചോദിച്ചിട്ട് വേണം ഇത് കത്തിക്കാൻ. ചില ക്ഷേത്രങ്ങളിൽ നാരങ്ങ വിളക്ക് കത്തിക്കാറില്ല. മിക്ക ഭക്തങ്ങൾ ഞാൻ വഴിപാട് പറഞ്ഞെടുക്കും പറയുന്നത് തിരുമേനി ഇവിടെ നാരങ്ങ വിളക്ക് കത്തിക്കാറില്ലെന്ന്. അപ്പോൾ ചെയ്യേണ്ടത് ഒരു ചെറുനാരങ്ങ എടുക്കുക. ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് നമ്മൾ അഞ്ജലി മുദ്രയോടുകൂടി ഇങ്ങനെ തലയ്ക്ക് വെച്ച് ഇങ്ങനെ ഒഴിയുക. നമ്മുടെ തൊഴിൽപരമായ തടസ്സങ്ങളൊക്കെ മാറി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഈ ചെറുനാരങ്ങ മുറിച്ചിട്ട് നെയ്യ് ഒഴിച്ച് വിളക്ക് കത്തിക്കുക. ഒപ്പം തന്നെ ഒരു ഇലക്കകത്ത് വെക്കുക, ഇച്ചിരി പൂക്കളൊക്കെ ഇട്ട് വേണമെങ്കിൽ അലങ്കരിക്കുക, 1 രൂപ നാണയം വെച്ച് സങ്കല്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം നമ്മുടെ തലയ്ക്ക് ഒഴിഞ്ഞ് വെക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തുള്ള നെഗറ്റീവ് എനർജിയൊക്കെ മാറി പോസിറ്റീവാക്കി വേണ്ടിയാണ് നമ്മൾ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത്. രാവിലെയോ വൈകിട്ടോ ഭക്തജനങ്ങളുടെ സൗകര്യം പോലെ കത്തിക്കാം. അപ്പം ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തൊഴിൽ, അതായത് നിത്യം ജോലിക്ക് പോകാനുള്ള തടസ്സങ്ങളൊക്കെ മാറി സാമ്പത്തിക ലാഭം വരും. അതായത് ഈ ഒരു വർഷക്കാലം നമുക്ക് ധനനഷ്ടം ഉണ്ടാകത്തില്ല, ജോലിയില്ലാതെ ബുദ്ധിമുട്ടും വരത്തില്ല. അതായത് നിലവിലുള്ള ജോലിയിൽ നമുക്ക് പുരോഗതികൾ വരാനും നല്ല വേണ്ട ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയുള്ള വഴിപാടുകളാണ് ഞാൻ ഈ ഭക്തജനങ്ങൾക്ക് ഇതിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ശ്രീസൂക്ത മന്ത്ര അർച്ചന താമര കൊണ്ട് ചെയ്യുക. താമര മേടിക്കാൻ ബുദ്ധിമുട്ടുള്ള, സാമ്പത്തികപരമായിട്ട് ചിലയിടത്ത് താമര കിട്ടാനുള്ള ഭക്തജനങ്ങൾ ഒന്നെങ്കിൽ മുല്ലപ്പൂ ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ അർച്ചന ചെയ്താൽ മതി. ഇത് ചെയ്യാതിരിക്കരുത്. ഒപ്പം തന്നെ ഭരണി, പൂരം, പൂരാട നക്ഷത്രക്കാർ ഇത് ചെയ്യുന്നത് കൊണ്ട് ഒരു വർഷക്കാലം നിങ്ങൾ സമ്പന്നരായി തന്നെ ഇരിക്കും, സാമ്പത്തിക ലാഭം ഉണ്ടാകും. നിലവിൽ ജോലി ഇല്ലാത്തവർക്ക് ജോലിയിൽ പുരോഗതികളുണ്ടാകും, ജോലി കിട്ടുകയും ചെയ്യും, തടസ്സങ്ങൾ മാറി നമുക്ക് ഈ 2025 നല്ല പോലെ തന്നെ നമുക്ക് സാമ്പത്തിക ലാഭമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒപ്പം തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഒരു ഉപാസനാമൂർത്തിയെ കാണാം. ആ ഉപാസനാമൂർത്തിയെ വിശ്വസിച്ച് 2025 നല്ല തരണമെന്നൊന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും, നമ്മൾ എന്തൊക്കെ പൂജകൾ ചെയ്താലും, നമ്മൾ ആത്മാർത്ഥമായിട്ട് ജോലിക്ക് പോകുമ്പോൾ മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. ജോലിക്ക് പോകാതെ പൈസ കയ്യിൽ വരത്തില്ല. അപ്പോൾ നിലവിൽ നമ്മൾ തടസ്സങ്ങൾ കൂടാതെ ജോലിക്ക് പോകാൻ വേണ്ടിയും സാലറി കിട്ടുന്ന സമയത്ത് നഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കൂടുതൽ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് അശ്വാരൂഢം ഉണ്ട്, അതേപോലെ തന്നെ മഹാലക്ഷ്മി ഹോമം ഉണ്ട്. അപ്പോൾ അത് എന്നെ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ഭക്തജനങ്ങൾക്ക് അതിവിടെ ഞാനത് ചെയ്തു തരുന്നതായിരിക്കും. മലയാള മാസത്തിൽ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ പൂജാതി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഒന്ന് വിളിക്കുക ഭക്തജനങ്ങൾ. അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്.